കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദത്തിൽ അലോഷിയെ ഒന്നാം പ്രതിയാക്കിയത് കേസിനെ ദുർബലപ്പെടുത്താനെന്ന പരാതിക്കാരൻ. ക്ഷേത്ര ഉപദേശക സമിതിയെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയുമാണ് ആദ്യം പ്രതിയാക്കേണ്ടത്, പാട്ടുപാടിയ കലാകാരനെയല്ല. പരിപാടി സംഘടിപ്പിച്ചവർക്കാണ് കൂടുതൽ ഉത്തരവാദിത്വമെന്നും പരാതിക്കാരൻ വിഷ്ണു സുനിൽ പറഞ്ഞു. ഈ കേസിനെ തന്നെ തികച്ചും ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഇന്നലെ രജിസ്റ്റർ ചെയ്ത FIR-നകത്ത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് ആക്ട് 1988 പ്രകാരമാണ് വകുപ്പുകൾ ഇട്ടിരിക്കുന്നത്. അതിനകത്ത് ആരാണോ ക്ഷേത്രം മാനേജ് ചെയ്യുന്നത്, അതായത് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റും അംഗങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഒന്നാം പ്രതിയാവേണ്ടത്. അവരെ ഇതിനകത്ത് പ്രതിപട്ടികയിൽ ചേർക്കാതെ കലാകാരനായ പാട്ടുപാടിയ അലോഷിയെ മാത്രം ഒന്നാം പ്രതിയും കണ്ടാലറിയാവുന്ന രണ്ടുപേരെന്നുള്ള രീതിയിലാക്കിക്കൊണ്ട് ഈ കേസിനെ ദുർബലപ്പെടുത്താനുള്ളൊരു നീക്കം ഉണ്ടോ എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട DGPക്ക് ഇന്ന് പരാതി കൊടുത്തിരിക്കുന്നത്. രാഹുൽ ജി നാഥാണ് വിവരങ്ങളുമായുള്ളത്. രാഹുൽ, ഇപ്പോൾ ഒരു ക്ഷേത്രോത്സവത്തിനിടെ വിപ്ലവഗാനം പാടുക എന്നുള്ളത് അനൗചിത്യമാണ്. പക്ഷെ അതൊരു ക്രിമിനൽ കുറ്റമാകുമോ എന്ന് ചോദിച്ചാൽ തമാശയായിരിക്കും. പാട്ടുപാടിയതിന്, ഈ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു പാട്ടുപാടിയതിന് ഗായകൻ കേസിൽ പ്രതിയാവുന്നത് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. എന്താണ് പോലീസ് ഇതിന് നൽകുന്ന യുക്തി? എന്ത് നോൺസെൻസ് ആണിത്? അഭിലാഷ്, ഇന്നലെയാണ് രണ്ട് പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകപ്പെട്ടത്. ഒന്ന് അഭിഭാഷകനായ വിഷ്ണു ഹൈക്കോടതിയും ആ ഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇത് ആർട്സ് ഡേ ആണോ അമ്പലത്തിൽ നടക്കുന്നത് എന്നുള്ള തരത്തിലേക്കുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ വരെ കോടതി എത്തിയത്. ക്ഷേത്രോത്സവങ്ങളിൽ ഇത്തരത്തിലുള്ള ഗാനങ്ങൾ ആലപിക്കരുത്, ചിഹ്നങ്ങൾ ഉണ്ടാകരുത്, പാർട്ടി ചിഹ്നങ്ങൾ ഉണ്ടാകരുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇന്നലെ മറ്റൊരാളുടെ പരാതിയിലാണ് കടക്കൽ പോലീസ് കേസെടുത്തത്. FIR-ൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ മതസ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന നിയമപ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അതിൽ പറയുന്നത് ഈ അമ്പലം, അതായത് ക്ഷേത്ര പരിസരത്ത് ഇത്തരത്തിലുള്ള ഗാനങ്ങൾ അത് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട, അതായത് കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആശയങ്ങളോ ചിഹ്നങ്ങളോ പ്രദർശിപ്പിക്കരുത് എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ഗാനം ആലപിച്ചു, ഒപ്പം ഈ ഗാനത്തിന് പിന്നിൽ LED സ്ക്രീനിൽ DYFIയുടെ കൊടി കാണിക്കുന്നു, CPM-ന്റെ പാർട്ടി ചിഹ്നം കാണിച്ചു തുടങ്ങിയ കാര്യങ്ങൾ FIR-ൽ പറഞ്ഞുകൊണ്ടാണ് കേസെടുത്തത്. അതിൽ ഒന്നാം പ്രതി ഗായകൻ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. കാരണം ആളുകൾ ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമാണ് ഇയാൾ പാട്ടുപാടുന്നത്. പാട്ടുപാടിയപ്പോൾ ഈ പുറകിലെ സ്ക്രീനിൽ എങ്ങനെ ദൃശ്യങ്ങൾ വന്നു എന്നത് തനിക്കറിയില്ല. ആ ഘട്ടത്തിൽ തന്നെ അന്വേഷിച്ച് പറഞ്ഞിരുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാം പ്രതിയാകേണ്ടത് ക്ഷേത്ര ഉപദേശക സമിതിയും സംഘാടകരുമാണ്, അത് ഗായകനല്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ വിഷ്ണു പന്തളമുള്ളത്. അദ്ദേഹമാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. മറ്റൊരു പരാതിയിൽ FIR ഇട്ടപ്പോൾ ഇത്തരത്തിൽ ഒന്നാം പ്രതിയായത് ഗായകനാണ്. അതുതന്നെയാണ് ഈ പരാതിക്കാരനും ചൂണ്ടിക്കാട്ടുന്നത്. ഗായകനല്ല, മറിച്ച് ക്ഷേത്ര ഉപദേശക സമിതിയിലെ ആളുകളാണ് പ്രതികളാകേണ്ടത്, ഒന്നാം പ്രതിയാകേണ്ടത്. അതിൽ അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല, കണ്ടാലറിയാവുന്ന രണ്ടുപേരെന്ന് മാത്രമാണ് പറഞ്ഞിട്ട്. ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത്.